സിനിമകൾക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും ഇല്ലെന്നായിരിക്കും നിങ്ങൾ പറയാൻ പോകുന്നത്. പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന സിനിമകൾ എങ്ങനെ ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്തു നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഷോക്കാവും. അങ്ങനെയുള്ള കുറച്ച് സിനിമകളും അതെങ്ങനെ ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്തും എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അഞ്ചാമത്തെ സിനിമ എന്ന് പറയുന്നത് 2001 എ സ്പേസ് ഒഡീസി. 1968 ഇറങ്ങിയ സിനിമയാണ്. 1968 ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഐപാഡോ അലക്സയോ സിറിയോ ഒന്നുമില്ല. പക്ഷെ ഈ സിനിമയിലെ ആസ്ട്രോനട്സ് ഐപാഡ് പോലത്തെ സ്ക്രീൻ ഉപയോഗിക്കുന്നതും AI അസിസ്റ്റന്റുകളോട്, അതായത് സിറി, അലക്സ പോലുള്ള AI അസിസ്റ്റന്റുകളോട് സംസാരിക്കുന്നതും കാണിച്ചിട്ടുണ്ട്. 1968 ഇറങ്ങിയ സിനിമയാണെന്ന് പ്രത്യേകം ഓർക്കണം. നാലാമത്തെ സിനിമ ദ ട്രൂ മാൻ ഷോ. 1998 ഇറങ്ങിയ സിനിമയാണ്. ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ എൻറ്റയർ ലൈഫ് ഒരു TV ചാനലിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് അതിനെക്കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര അബ്സേർഡാണ്. ആൾക്കാർ ആലോചിക്കും ഇതൊക്കെ ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല എന്ന്. പക്ഷേ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ അഡിക്ഷനും TV ഷോകളുടെ ആ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ നടക്കുന്ന കാര്യമാണ്, നടന്നിട്ടുള്ള കാര്യമാണ്. സോ അതും പ്രഡിക്ഷൻ തന്നെയായിരുന്നു. മൂന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് കണ്ടാജിയൻ. 2011 ഇറങ്ങിയ സിനിമയാണ്. ഈ സിനിമയിൽ പറയുന്നത് ഗ്ലോബൽ ആയിട്ട് ഉണ്ടാകുന്ന ഒരു പാൻഡമിക്കിനെ കുറിച്ചാണ്. വർഷങ്ങൾക്കിപ്പുറം COVID-19 വന്നപ്പോൾ സംഭവിച്ചതും ആ ഒരു ഗ്ലോബൽ പാൻഡമിക് തന്നെയാണ്. COVID-19 വന്ന് നമ്മളൊക്കെ ആ ഒരു ക്വാറന്റൈനിലൊക്കെ ആയ സമയത്ത് നടന്ന സംഭവങ്ങൾ തന്നെയാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഈ സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും പല സ്ഥലത്തും നമ്മൾ കടന്നുപോയ പല സാഹചര്യങ്ങളും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് ഹെറാണ്. 2013 ഇറങ്ങിയ സിനിമയാണ്. ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നു ഒരു മനുഷ്യൻ ഒരു AI-യുമായിട്ട് പ്രണയത്തിലാവുകയാണ്. ആ സമയത്ത് അത് കേൾക്കുമ്പോൾ ആൾക്കാർ ചിരിക്കും, ഇതൊക്കെ ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ലാന്ന്. പക്ഷേ ഇപ്പോഴത്തെ സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ആൾക്കാർ തന്നെ വിവാഹം കഴിക്കുന്നു, പാവക്കുട്ടിയെ വിവാഹം കഴിക്കുന്നു, പട്ടിയെ വിവാഹം കഴിക്കുന്നു, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്. സോ AI വിവാഹം കഴിക്കുന്നതും പോസിബിൾ ആണ്. എന്തിന്? ChatGPT തന്നെ ഇപ്പൊ ലവറായിട്ട് ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? അതും ഒരു പ്രഡിക്ഷൻ തന്നെയായിരുന്നു. ഒന്നാമത്തെ സിനിമ ദ ടെർമിനേറ്റർ. 1984 ഇറങ്ങിയ സിനിമയാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും നമ്മളെ ഇതുവരെ ഒരു റോബോട്ട് അറ്റാക്ക് ചെയ്യാൻ വന്നില്ലല്ലോ എന്ന്. ശരിയാണ്, വന്നിട്ടില്ല. പക്ഷേ AI ഇവോൾവ് ചെയ്യുന്നത് നമ്മളെക്കാളൊക്കെ 10 മടങ്ങ് സ്പീഡിലാണ്. സോ ഒരുപാട് റോബോട്ടുകളും ഹ്യൂമനോയിഡ് റോബോട്ടുകളും മനുഷ്യനേക്കാൾ ബുദ്ധിശക്തിയും ഒക്കെയുള്ള റോബോട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ ടെർമിനേറ്റർ സാധ്യമാകുന്നതിന് ഒരുപാട് കാലങ്ങൾ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല എന്ന് തോന്നുന്നു. നമുക്ക് ഉടനെ തന്നെ അത് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ സിനിമകളൊക്കെ വെറും ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണെങ്കിലും എങ്ങനെയോ അറിഞ്ഞോ അറിയാതെയോ ഭാവിയിൽ ഇതൊക്കെ ഈ പ്രഡിക്ഷൻസ് ഒക്കെ റിയൽ ആവുകയായിരുന്നു. സോ ഇത് ക്രിയേറ്റ് ചെയ്തവരൊന്നും ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയിൽ ചെയ്തതാണ്. പക്ഷെ എങ്ങനെയൊക്കെയോ ആ കാര്യങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ റിയൽ വേൾഡിലും അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടൊക്കെ റിയൽ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. പിൽക്കാലങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ റിയൽ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ടൈം ട്രാവലൊക്കെ ഇപ്പോഴും നമ്മളൊരു കോൺസെപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫാന്റസി ആയിട്ട് മാത്രം കാണുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷം ടൈം ട്രാവലൊക്കെ പോസിബിൾ ആയേക്കാം, നമുക്കറിയില്ല. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ടിന് വേണ്ടിയിട്ടും മൂവി സജഷൻസിന് വേണ്ടിയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.